നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പരിപ്പ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയിട്ട് വരാം കേട്ടോ. ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കഴുകി ഒരു 2 മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകിയിട്ട് അത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനിത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടൊരു അരക്കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും 5-6 ഏലക്കായും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഏലക്കായിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഒരു 100 ഗ്രാം പരിപ്പിലേക്ക് ഞാൻ 5 മുട്ടയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ ഒരു മുട്ട നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരത്തിൻ്റെ അളവാണ്. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു സ്റ്റൗവിലേക്ക് പാന് വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൗവിലേക്ക് ഒരു പഴയ പാനും കൂടി വെച്ച് കൊടുക്കണേ. അതേ സമയം തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ബബിൾ വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊരു 25 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഒരു 10-12 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള സമയം കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 25 മിനിറ്റിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.